പ്രിയപ്പെട്ട കുട്ടികളെ, HS മാത്സ് വേൾഡിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായത്തിൻ്റെ 6ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പെയർ ഓഫ് ഇക്വേഷൻ സമവാക്യ ജോഡികൾ എന്ന അധ്യായത്തിലെ 6ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദ്യം ഇതാണ്: എ ബോഡി ട്രാവൽസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ വിത്ത് ആൻ initial speed of u meter per second and its speed increases by a meter per second in each second. Its speed in t second is given by the equation u plus at. If its speed in first second is 5 meter per second and in fifth second is 13 meter per second, find the rate at which the speed increases and its initial speed. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു ബോഡി ഇങ്ങനെ സ്ട്രേറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യാണ്, യാത്ര ചെയ്യാണ്. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് ഓരോ സെക്കൻഡിലും എ മീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ എ മീറ്റർ പെർ സെക്കൻഡ് വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ സ്പീഡ് ഇൻ ടി സെക്കൻഡ്, അതിൽ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഇതാണ്. അതായത് ടീത്ത് സെക്കൻഡിൽ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് u plus at ആണ്. അപ്പോൾ സ്പീഡിനെ സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻ u plus at ആണ് ടി സെക്കൻഡിൽ. പിന്നെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്: ഇറ്റ്സ് സ്പീഡ് ഇൻ ഫസ്റ്റ് സെക്കൻഡ്, അതായത് ആഫ്റ്റർ 1 സെക്കൻഡ് ഇറ്റ് സ്പീഡ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ആഫ്റ്റർ ദി ഫിഫ്ത്ത് സെക്കൻഡ് സ്പീഡ് ഈസ് 13 മീറ്റർ പെർ സെക്കൻഡ്. 5ാമത്തെ സെക്കൻഡിൽ സ്പീഡ് 13 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 1ാമത്തെ സെക്കൻഡിൽ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് രണ്ടുമാണ് തന്നിരിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? തന്നിരിക്കുന്നത് സ്പീഡ് എന്ന് പറയുന്നത് u plus at ആണ്. സ്പീഡ് ഈസ് ഗിവൺ ദാറ്റ് v ഈസ് ഈക്വൽ, സ്പീഡിനെ സാധാരണ നമ്മൾ v എന്ന് പറയുക, വെലോസിറ്റി. v ഈസ് ഈക്വൽ ടു u plus at. ഫിസിക്സിലുള്ള ഇക്വേഷൻ ആണ്. u plus at ടി ടൈമിലുള്ള സ്പീഡാണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനകത്ത് നോക്കുക, u എന്ന് പറയുന്നതും ടി, ഇവിടെ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ സെക്കൻഡിൽ, ഫസ്റ്റ് സെക്കൻഡിൽ, അതായത് t1 ആവുമ്പോൾ വെലോസിറ്റി സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് v 5 മീറ്റർ പെർ സെക്കൻഡ് വെൻ t is equal to 1. അപ്പോൾ v is equal to 5 when t equal to 1. ഇവിടെ ടിയുടെ സ്ഥാനത്ത് 1 ആകുമ്പോൾ v എന്താണ്? 5 ആണ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ വിയുടെ സ്ഥാനത്ത് 5 കൊടുക്കുക, u പ്ലസ് a ഇൻറ്റു ടിയുടെ സ്ഥാനത്ത് 1. അപ്പോൾ 5 ഈസ് ഈക്വൽ ടു u പ്ലസ് a ഇൻറ്റു 1. ദാറ്റ് ഈസ് 5 ഈസ് ഈക്വൽ ടു u പ്ലസ് a, അല്ലെങ്കിൽ u പ്ലസ് a ഈസ് ഈക്വൽ ടു 5. ഒരു റിലേഷൻ കിട്ടി, u പ്ലസ് a ഈക്വൽ ടു 5. അതായത് ഇനിഷ്യൽ വെലോസിറ്റിയും സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റും ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. ഇനി സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. എന്താ സെക്കൻഡ് കണ്ടീഷൻ? വെൻ ടൈം ഈസ് 5, അതായത് ഫിഫ്ത്ത് സെക്കൻഡിൽ സ്പീഡ് 13 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്ന് പറഞ്ഞാൽ വെൻ v ഈസ് ഈക്വൽ ടു 13 വെൻ t ഈസ് ഈക്വൽ ടു 5, അതായത് ഫിഫ്ത്ത് സെക്കൻഡിലെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ അത് ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. v ഈസ് ഈക്വൽ ടു u പ്ലസ് 80 എന്നതിൽ v 13, a അറിയില്ല, t 5 ആണ്. അപ്പോൾ 13 ഈസ് ഈക്വൽ ടു u പ്ലസ് a ഇൻറ്റു 5, ഫിഫ്ത്ത് സെക്കൻഡിലെ വെലോസിറ്റി. അപ്പോൾ u പ്ലസ് 5a ഈക്വൽ ടു 13, അത് തിരിച്ചെഴുതിയെന്നുള്ളൂ. a ഇൻറ്റു 5 5a. അപ്പോൾ u പ്ലസ് 5a ഈക്വൽ ടു 13. ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ വേറെ ഇക്വേഷൻ കിട്ടി. ഇതിൽ 5a, ഇവിടെ a എന്ന് പറയുന്നത് u പ്ലസ് a ഈക്വൽ ടു 5 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. u പ്ലസ് a ആണെങ്കിൽ 5 ആണ്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. 5a എന്താ എഴുതാം? a പ്ലസ് 4a എന്ന് എഴുതാൻ പോവാം. 5a ഈസ് റീപ്ലേസ്ഡ് ബൈ a പ്ലസ് 4. അങ്ങനെ എഴുതാൻ കാരണം വി നോ u പ്ലസ് a ഈസ് 5. കുറച്ച് എളുപ്പവഴിയാണ്. u പ്ലസ് a എന്താണെന്ന് ഇവിടെ അറിയാം. u പ്ലസ് a ഈസ് ഈക്വൽ ടു 5. സോ 5 പ്ലസ് 4a ഈക്വൽ ടു 13 ആയി അല്ലേ? u പ്ലസ് എയുടെ സ്ഥാനത്ത് 5 ആണ്. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദി ഫസ്റ്റ് ഇക്വേഷൻ. സോ 5 പ്ലസ് 4a ഈക്വൽ ടു 13. അപ്പോൾ 4a ഈക്വൽ ടു എന്ത് വരും? 13 മൈനസ് 5 പ്ലസ് 5 അപ്പോൾ ചെല്ലുമ്പോൾ -5 വരും. അതായത് ബൈ 1 ഒന്നാമത്തെ ഇക്വേഷൻ വെച്ചാണ് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്
ഈ 5a വരെ a+4 എന്ന് എഴുതി. അതിൽ u + a എന്ന് പറയുന്നത് ഇവിടെ 5 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് 5 എഴുതി, അത് ബൈ 1. ഇനി 4a = 13 + 5 അപ്പോൾ ചിലപ്പോൾ -5 ആയി. അപ്പോൾ 4a = 8 എന്ന് കിട്ടും. അപ്പോൾ a = എന്ത് വരും? 8/4. 8/4 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ a എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. a2. ഇനി a2 ആകുമ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ u + a = 5 ആണ്. u + a = 5 ആണ്. അതിൽ എയുടെ സ്ഥാനത്ത് 2 എന്ന് കിട്ടി. അപ്പോൾ u + 2 എന്ന് പറഞ്ഞാൽ 5 ആവും. അപ്പോൾ a എന്ന് പറയുന്നത് 5 - 2, അതായത് 3. അപ്പോൾ എന്ത് കിട്ടും? u = 3 എന്ന് കിട്ടും. അതായത് u + 2 5 ആകുമ്പോൾ u 5 - 2 ദാറ്റ് ഈസ് u = 3. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരുന്ന അതിൻ്റെ രണ്ടിൻ്റെ ആൻസറായി എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? ഫൈൻഡ് ദി റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസസ്, അതായത് എ എന്ന് പറയുന്നത് റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസസ് 2 മീറ്റർ. അതുപോലെ പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇനീഷ്യൽ സ്പീഡ്, തുടക്കത്തിലെ സ്പീഡ് എന്തായിരുന്നു? അതാണ് u എന്ന് പറയുന്നത്. നമുക്ക് അത് എത്രയാണ് കിട്ടി? 3 m/s. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയും കിട്ടി, u 3 m/s, a എന്ന് പറയുന്നത് 2 m/s. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.